ആഴ്ച നിന്നിൽ നിന്ന്, നിന്റെ പിതാക്കന്മാരിൽ നിന്ന് ശത്രു കവർന്നെടുത്ത് പതുക്കി വച്ചതിനെ ദൈവം പുറത്തു കൊണ്ടുവരും. നിനക്ക് വേണ്ടി, നിന്റെ തലമുറകൾക്ക് വേണ്ടി. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതലിന് നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം കഴിഞ്ഞ ഓരോ എപ്പിസോഡുകളും എന്നെ കേൾക്കുന്ന നിങ്ങളുൾപ്പെടെ ഒത്തിരി പേരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾക്ക്, ദൈവികമായ അനുഗ്രഹങ്ങൾക്ക് കാരണമായി എന്ന് കേൾക്കുന്നതിൽ, അറിയുന്നതിൽ നിങ്ങൾക്കൊപ്പം സന്തോഷിക്കുകയും നിങ്ങളോട് ചേർന്ന് നല്ല കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അവിധത്തിൽ ദൈവികമായ അനുഗ്രഹങ്ങൾ, ആവർത്തിച്ചു പറയട്ടെ, അനുഗ്രഹം നിങ്ങൾ പ്രൈസർ ഫാമിലിക്കൊപ്പമാണെങ്കിൽ അത് ദൈവത്തിൽ നിന്ന് മാത്രം. ഞങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. നിങ്ങളോട് അങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നുമില്ല. അത് ഫോഷ്കാണ്, ഞങ്ങളുടെ വാക്കല്ല. അതെ, നിങ്ങൾ കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളെ കൊണ്ടുവരുവാൻ കഴിയും. എത്ര പേർക്ക് വിശ്വാസത്തോടെ പറയുവാൻ കഴിയും, ഞാൻ ഇന്ന് കേൾക്കുവാൻ പോകുന്ന ഈ വചനത്താൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, എൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും? വിശ്വാസത്തോടെ പറഞ്ഞവർ ആ അനുഗ്രഹം അനുഭവിക്കുവാൻ പോകുക. അവിധത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ, ആവർത്തിച്ചു പറയട്ടെ, പറയേണ്ടത് ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ്. മാനുഷികമായുള്ള അനുഗ്രഹത്തെക്കുറിച്ചല്ല, ദൈവികമായ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനും പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുവാൻ വിളിച്ച നിങ്ങൾ തന്നെ ദൈവപ്രവൃത്തി സാക്ഷ്യമായി അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കുവാനും, നിങ്ങൾക്കൊപ്പം ചേർന്ന് നിങ്ങളുടെ സാക്ഷ്യം കേട്ട് സന്തോഷിക്കുവാനും, ആ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ തന്ന ദൈവത്തെ സ്തുതിക്കുവാനും പിന്നെയും അവസരമുണ്ടാകുവാൻ, കഴിഞ്ഞ രാത്രിയിലും പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ സാക്ഷ്യം, അതെ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം സാക്ഷ്യമായി മാറുന്നത്, അത്ഭുതമായി മാറുന്നത് വെറുതെയല്ല. ചിലവഴിക്കപ്പെടുന്ന മണിക്കൂറുകളുണ്ട് പ്രാർത്ഥനാമുറിയിൽ. നെടുമ്പാടെ വീഴുന്ന, മുട്ടിന്മേൽ നിൽക്കുന്ന യേശുവേ, അങ്ങ് സംസാരിക്കുമ്പോൾ അങ്ങയുടെ ശബ്ദം ഞാൻ കേട്ട് അങ്ങയുടെ നാവായി നിന്ന് എന്നെ കേൾക്കുന്ന ഈ പ്രിയപ്പെട്ടവരോട് സംസാരിക്കുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ നിന്ന് ഇവർക്കേറെ വിലയേറിയ ആ അല്പസമയം അവർ പ്രൈസർ ഫാമിലിക്കൊപ്പം ചിലവഴിക്കുമ്പോൾ അത് വൃഥാവായി തീരരുതേ. ഇവർ കാത്തിരിക്കുന്നതിലും അപ്പുറമായതൊന്ന് എൻ്റെ ദൈവമേ അങ്ങ് ചെയ്യണമേ. അതെ, അതാണ് ഞങ്ങളുടെ ആഗ്രഹവും പ്രാർത്ഥനയും. നിങ്ങളൊരു പക്ഷെ മനസ്സിലാക്കിയിരിക്കുന്നത്, അതെ, ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് പല നിലകളിലായിരിക്കാം. പല വിദ്വാൻമാർ പല നിലകളിൽ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. അവരുടെ ജ്ഞാനം വിളമ്പുവാനും, അതെ, പല പണ്ഡിതന്മാർക്കും ജ്ഞാനം വിളമ്പുവാനുള്ള ഒരു വാദിയായി യേശു മാറിയിരിക്കുന്നു. തർക്കിക്കുവാനുള്ള, അതെ, ഒരു തർക്ക വിഷയമായി യേശു മാറിയിരിക്കുന്നു. എന്നാൽ ഭക്തന് യേശു അങ്ങനെയല്ല. അവൻ അനുഭവിക്കുന്ന കഷ്ടതയുടെ, കണ്ണുനീരിൻ്റെ, നിരാശയുടെ, വേദനയുടെ അനുഭവത്തിൽ നിന്ന് അവനെ വീണ്ടെടുക്കുവാൻ കഴിവുള്ളവൻ അല്ല, അവനെ വീണ്ടെടുക്കുവാൻ കഴിവുള്ള ഒരേ ഒരുവൻ. അതെ, നിങ്ങൾക്ക് അങ്ങനെയാണോ? എൻ്റെ യേശുവിലൂടെ ഒരു വീണ്ടെടുപ്പുണ്ട്. സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ, കണ്ണുനീരോടെ, വേദനയോടെ, പലതിനെ ചൊല്ലിയും ഇന്നലകളിൽ കരഞ്ഞു തീർത്തു. ഇനി നാളെയും ആ കണ്ണുനീർ എൻ്റെ ജീവിതത്തിൽ കടന്നു വരുമോ എന്ന് ചിന്തിച്ചു ഭാരപ്പെട്ടായിരിക്കുന്ന, അതെ, നിങ്ങളുടെ അവസ്ഥയെ മാറ്റുവാൻ എൻ്റെ യേശുവിന് കഴിയും എന്ന് വിശ്വസിക്കുവാൻ തയ്യാറാണോ? ആ വിശ്വസിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലാണ് കർത്താവ് ഇന്ന് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ പോകുന്നത്. അവിധത്തിൽ പ്രാർത്ഥനയോടെ കഴിഞ്ഞ രാത്രിയിൽ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുന്ന, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയെ മാറ്റും വിധത്തിൽ, അത് തന്നെ ആ കണ്ണുനീരും, ആ നിരാശയും, വേദനയും, ആകുല ചിന്തകളും മാറ്റും വിധത്തിൽ ചെയ്യുവാൻ പോകുന്ന അത്ഭുതത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞത് ഞാൻ കേട്ട അതേ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് പറഞ്ഞു. അതെ, ഇന്നലകളിൽ നിങ്ങളിൽ നിന്ന്, നിങ്ങളുടെ പിതാക്കന്മാരിൽ നിന്ന്, നിങ്ങളുടെ അമ്മയപ്പന്മാരിൽ നിന്ന് ശത്രുവായവൻ, അത് നിങ്ങൾ കാണുന്ന മനുഷ്യരായിരിക്കാം. കാണുവാൻ കഴിയാത്തത് അവരുടെ പിന്നിൽ വ്യാപരിച്ച പൈശാചിക മണ്ഡലത്തെയാണ്. കവർന്നെടുത്തു, പതുക്കി വച്ചു. അത് തന്നെ, കവർന്നെടുത്തു, നിങ്ങളിൽ നിന്ന്, നിങ്ങളുടെ പിതാക്കന്മാരിൽ നിന്ന് കവർന്നെടുത്തു, പതുക്കി വച്ചു. നന്മകൾ, അനുഗ്രഹങ്ങൾ, പ്രാർത്ഥനയിലൂടെ നിങ്ങൾ പ്രാപിച്ചെടുക്കേണ്ട
ആത്മീക ഭൗതിക അനുഗ്രഹങ്ങൾ അല്ലേ? ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് സങ്കടം വരുന്നില്ലേ? സഹിക്കുവാൻ കഴിയാതെ നിലവിളിക്കുന്നത് പോലെ, യേശുവേ ഇത്ര കരഞ്ഞിട്ടും ഇത്ര പ്രാർത്ഥിച്ചിട്ടും എന്തോരം വാഗ്ദത്തം ഞാൻ കേട്ടതാ, എന്തോരം അനുഗ്രഹത്തിൻ്റെതായ വാക്കുകൾ ഞാൻ കേട്ടതോ, ഒന്നും എൻ്റെ ജീവിതത്തിൽ ഇല്ലല്ലോ യേശുവേ. കരയുക മാതാവേ, നീ സഹോദരി, നീ കരയുക. ഒത്തിരി നാളായി നീ പ്രാർത്ഥിക്കുന്നുണ്ട്. നിന്റെ അടുക്കൽ വരുന്ന ദൈവദാസന്മാർക്കൊക്കെ പറയുവാൻ, നീ കാണുന്ന ദർശനങ്ങൾക്കും വായിക്കുന്ന വേദപുസ്തക തിരുവഴുത്തുകൾക്കും പറയുവാൻ അത് മാത്രമേ ഉള്ളൂ. നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്യുവാൻ പോകുന്ന അത്ഭുതങ്ങൾ, നിന്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുവാൻ പോകുന്ന വിധങ്ങൾ. പക്ഷേ ആ പ്രവർത്തികളോ ആ അത്ഭുതങ്ങളോ അനുഭവിക്കുവാൻ കഴിയാത്തവളായിരിക്കുമ്പോൾ ഉള്ളം കലങ്ങി കണ്ണ് നിറഞ്ഞ് നിലവിളിക്കുന്നുണ്ട്, യേശുവേ എവിടെ? എന്റെ വാഗ്ദത്തം എവിടെ യേശുവേ? ഞാൻ കരഞ്ഞ് തളർന്ന രാത്രികൾ, മരണത്തിനായി ഒരുങ്ങി നിലവിളിച്ച രാത്രികളിൽ എന്നോട് പറഞ്ഞ വാഗ്ദത്തം എവിടെ? എന്റെ തലമുറകളെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞ വാഗ്ദത്തം എവിടെ? നിന്റെ ചോദ്യം അതാ. ഇന്നും തേനും തെരുവടിയുമായി നടക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ നല്ലതൊന്നുമില്ല. നശിച്ച ജീവിതം. എന്റേത് ഇങ്ങനെയായി, എന്റെ മാതാപിതാക്കളുടെ ജീവിതവും അങ്ങനെ തന്നെ. നല്ലതൊന്നും കാണുവാനും പറയുവാനും ഇല്ലാതെ കടക്കാരിയായി മറ്റുള്ളവരുടെ മുമ്പ് ഞങ്ങൾക്ക് വേണ്ടി കൈനീട്ടുന്ന അപ്പനെയും അമ്മയെയും ഞങ്ങൾ കണ്ടു. അതേ സ്ഥിതി ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങളും കൈനീട്ടും. മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിച്ചു നിൽക്കുന്നു, പരിഹാസ വാക്കുകൾ കേൾക്കുന്നു, അപമാനിക്കപ്പെടുന്നു. അതേ, ഇനിയും അത് ഞങ്ങളുടെ തലമുറകളിലേക്ക് പിന്തുടരുമോ? എവിടെ വാഗ്ദത്തം? നിന്റെ ചോദ്യം അതാ. കേൾക്ക്. ആ വാഗ്ദത്തങ്ങളെ നിന്നിൽ നിന്ന് കവർന്നെടുത്തു കൊണ്ടുപോയ നിന്റെ മാതാപിതാക്കളുടെ വാഗ്ദത്തങ്ങളെ, നിന്റെ ജീവിതത്തിൽ നിറവേറേണ്ട വാഗ്ദത്തങ്ങളെ നിന്നിൽ നിന്ന് കവർന്നെടുത്ത് കൊണ്ടുപോയി പതുക്കി വച്ച ശത്രുവിൽ നിന്ന് ദൈവം അത് പുറത്തെടുക്കുവാൻ പോകുക. ഓ താങ്ക് യു ലോർഡ്. യേശുവിന്റെ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. അതേ, നിന്റെ തലമുറകളിൽ നീ കാണേണ്ട വാഗ്ദത്തങ്ങളെ കവർന്നു കൊണ്ടുപോയി പതുക്കി വെച്ച ശത്രുവിൽ നിന്ന് ദൈവം അത് പുറത്തെടുക്കുക. നിന്റെ തലമുറകൾ ആ വാഗ്ദത്തം കാണുവാൻ പോകുക. നീ കേട്ട വാഗ്ദത്തം, ദൈവം നിന്നോട് സംസാരിച്ച വാഗ്ദത്തം, അതെ, വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ഓ താങ്ക് യു ലോർഡ്. എനിക്കറിയത്തില്ല സഹോദരി, പ്രിയ അമ്മേ, നിന്റെ കണ്ണുനീരിന്റെ റിസൾട്ട് വാഗ്ദത്തമായി നീ കേട്ടത് നിന്റെ തലമുറകളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുക. ഓ താങ്ക് യു ലോർഡ്. ചോദ്യം ഇതാണ്, കർത്താവേ, അമ്മേ, നീ എന്നോട് സംസാരിച്ചതല്ലേ? സ്തോത്രം. പ്രാർത്ഥനാ മുറികളിൽ പലപ്പോഴും എന്നെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. എന്റെ ഭവനത്തിനകത്ത് മാത്രമല്ല, മീറ്റിംഗ് സ്ഥലത്തായിരിക്കാം, പ്രാർത്ഥനയ്ക്കായി മുട്ടുമടക്കുമ്പോൾ ആമേൻ, പലരുടെ മുൻപിൽ പരിഹസിക്കപ്പെടുവാൻ തക്കവണ്ണം എനിക്ക് അതെ കേൾക്കുവാൻ കഴിഞ്ഞ ദൈവ ശബ്ദം പലർക്കും പരിഹാസമാണ്. യേശു എന്നോട് സംസാരിച്ചു എന്ന് പറയുമ്പോൾ ഒരാളായി ഞാൻ അവനെ അനുഭവിച്ചു. എന്റെ യേശു എന്റെ അടുക്കൽ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ, അല്ലേ, ഞാൻ ഒറ്റയ്ക്കല്ല, നീയും അങ്ങനെയാ. യേശു നിന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഓ താങ്ക് യു ലോർഡ്. യേശു നിന്നോട് സംസാരിച്ചിട്ടുണ്ട്. നിന്റെ ഭാവിയെക്കുറിച്ച് നീ കരഞ്ഞു തളർന്ന രാത്രികളിൽ യേശു നിന്നോട് സംസാരിച്ചിട്ടുണ്ട്. പ്രാർത്ഥനയോടെ നിലവിളിച്ച രാത്രികളിൽ എൻ്റെ പൊന്നു സഹോദരി, ദൈവം നിന്നോട് സംസാരിച്ചിട്ടുണ്ട്. നിന്റെ ഭർത്താവ് ഒരുമിച്ച്, നിന്റെ മക്കൾ ഒരുമിച്ച് സന്തോഷമായൊരു ജീവിതത്തെക്കുറിച്ച്. പക്ഷേ അതങ്ങനെ നിൽക്കുകയാ. എവിടെ യേശുവേ? അവര് പറഞ്ഞതുപോലെ ഞാൻ പൊട്ടിയാണോ? അവര് കളിയാക്കുന്നത് പോലെ എനിക്ക് വട്ടാണോ ഞാൻ കേട്ടത്? അങ്ങനെ ശബ്ദമല്ലേ? എന്നെ പറ്റിച്ചോ യേശുവേ? സഹോദരി, നീ കരയുക. യേശു നിന്നെ പറ്റിച്ചിട്ടില്ല. നിന്റെ വാഗ്ദത്തങ്ങൾ കവർന്നെടുത്ത ഒരു ശത്രുവുണ്ട്. കവർന്നെടുത്ത് പതുക്കി വെച്ചെടുത്ത് നിന്ന് നീയും നിന്റെ ഭർത്താവും നിന്റെ മക്കളും അടങ്ങുന്ന കുടുംബം സന്തോഷമായി ജീവിക്കുവാൻ വേണ്ടത് എന്റെ ദൈവം പുറത്തു കൊണ്ടുവരിക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. നിങ്ങൾ ഒരുമിച്ച് ഇന്നത്തെ അവസ്ഥ കണ്ട് അതേക്കുറിച്ച് പറയാം. ആമേൻ. വരട്ടെ, സമയമുണ്ടല്ലോ, ചിലത് പറയേണ്ടതുണ്ട്. ആമേൻ. ആ കണ്ണുനീരും നിരാശയ്ക്കും അറുതി വരുത്തുന്ന, ഞെരുക്കത്തിനും ദാരിദ്ര്യത്തിനും ഇല്ലായ്മയ്ക്കും അറുതി വരുത്തുന്നത് തരാം മകളെ. നിന്റെ ഒഴിഞ്ഞ കൈ നിവർത്ത്, നീ ഉയരത്തിലേക്ക് കരം ഉയർത്ത്. അതിന് ഞാൻ നിറയ്ക്കാമെന്ന് പറഞ്ഞ വാക്ക് കേട്ട്, ആലോചന കേട്ട് പ്രാർത്ഥനയോടെ ഇരുന്ന നീ ഇന്നും കൈ ശൂന്യമായിരിക്കുന്നു. എവിടെ യേശുവേ? എന്റെ കൈ നിറയ്ക്കേണ്ട, അത് മുഖാന്തരം എന്റെ മനസ്സ് നിറയേണ്ട, എന്റെ നിന്ന മാറിപ്പോകേണ്ട നന്മ എവിടെ?
നല്ലൊരു ജോലി ഇതുവരെ ഇല്ലല്ലോ അപ്പാ. ആ രാജ്യത്ത് എത്തിയിട്ട് നീ കരയുക. അതെ, നിന്റെ മക്കൾ കരയുക. ആ രാജ്യത്ത് എത്തിയിട്ടും അവർക്കത് പ്രാപിക്കുവാൻ കഴിയുന്നില്ല. വാഗ്ദത്ത ദേശമാണ്. ഒത്തിരി പേർ അനുഗ്രഹിക്കപ്പെട്ട ദേശത്ത്, ഒത്തിരി പേർ അനുഗ്രഹിക്കപ്പെട്ട സ്ഥാപനങ്ങളിൽ നിന്റെ തലമുറകൾ മാത്രം പരാജിതയായി തലകുനിച്ച് അവരുടെ വിദ്യാഭ്യാസത്തെ തകർക്കുവാൻ എഴുന്നേറ്റ പിശാചിനെ നീ പ്രാർത്ഥനയിൽ തകർത്തത്. ഒത്തിരി കരഞ്ഞു പ്രാർത്ഥിച്ചു അവരെ ഈ നിലയിൽ നിന്ന് എത്തിക്കുവാൻ. കടം വാങ്ങിച്ചു, പലിശക്കെടുത്തു, ഉള്ളതെല്ലാം വിറ്റുപറക്കി അവരെ ആ രാജ്യത്ത് അയച്ചു. നിന്നെക്കുറിച്ചാ അമ്മേ, നിന്നെക്കുറിച്ചാ എന്റെ ചോദ്യം. യേശുവേ, നീ പറഞ്ഞതൊക്കെ വെറുതെ ആയിരുന്നു. ഞാൻ ദൈവാലോചന കേട്ടല്ലേ? നീ കേട്ട ആലോചനയെ, ആ വാഗ്ദത്തത്തെ കവർന്നു കൊണ്ടുപോയി പതുക്കി വച്ച ആ ശത്രുവിൽ നിന്ന് എന്റെ ദൈവം അതിനെ പുറത്തെടുത്ത് നിന്റെ തലമുറകളുടെ കരങ്ങളിലേക്ക്, സഹോദര നീ ആയിരിക്കുന്ന രാജ്യത്ത് നിന്റെ കരങ്ങളിലേക്ക് എന്റെ യേശു ഏൽപ്പിക്കുക. Receive it. Oh, thank you Lord. വിശ്വാസത്തോടെ receive it. Amen. സ്തോത്രം. വാഗ്ദത്തങ്ങളെ കവർന്ന ആ ഭാവി എന്ന വാഗ്ദത്തത്തെ ഇന്ന് ഇരുളാണ്. കർത്താവ് പറഞ്ഞതാണ്. ഒരാൾ നിന്നോട് സംസാരിക്കുന്നത് പോലെ കർത്താവ് നിന്നോട് സംസാരിച്ചതാണ്. എവിടെ യേശുവേ അങ്ങയുടെ വാക്ക്? എവിടെ അങ്ങനോട് സംസാരിച്ച? വല്ലാത്തൊരവസ്ഥയാ. യേശു പറഞ്ഞു, പക്ഷെ ഇല്ല, കവർന്നെടുക്കപ്പെട്ടു. ആമേൻ. അധ്വാന ഫലം കവരപ്പെട്ടതിനെ കുറിച്ച് മാത്രമാണോ? നോ. കവരപ്പെട്ടത് അധ്വാന ഫലമാകട്ടെ, കവരപ്പെട്ട നിന്റെ സ്വപ്നങ്ങളാകട്ടെ, നീ കേട്ട വാഗ്ദത്തങ്ങളാകട്ടെ, അത് പതുക്കി വച്ച സ്ഥാനത്ത് നിന്ന് അയ്യോ ആമേൻ, ആനയുടെ വായിലകപ്പെട്ട കരിമ്പ് പോലെ. അതാ പോയി ദേവദാസനെ, അതൊരിക്കലും തിരികെ കിട്ടത്തില്ല. ആമേൻ. പോയി, ആരോഗ്യം പോയി, നഷ്ടപ്പെട്ടു. ഞാനിനി ജീവിതകാലം മുഴുവൻ രോഗിയായി. ഇനി ഒരിക്കലും എൻ്റെ ശരീരത്തിൽ ആരോഗ്യം തിരികെ വരത്തില്ല. ആരോഗ്യം നഷ്ടപ്പെട്ടു പോയ നിന്റെ ശരീരത്തിലേക്ക് നോക്കിക്കോ. ശത്രു നിന്നിൽ നിന്ന് കവർന്നെടുത്ത ആരോഗ്യത്തെ കർത്താവ് ഇപ്പോൾ തിരിച്ചു തരുവാൻ പോകുക. നിന്റെ ശരീരത്തിലേക്ക് നഷ്ടപ്പെട്ടു പോയ ആരോഗ്യം തിരികെ വരികയാണ്. രോഗത്തിലൂടെ ശത്രു കവർന്നെടുത്ത ആരോഗ്യം നിന്റെ ശരീരത്തിലേക്ക് തിരികെ വരിക യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി താങ്ക് യു ലോർഡ്. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. സൗഖ്യം വ്യാപരിക്കുക. സ്തോത്രം. ആ ഇടുപ്പ് മുതൽ കാൽപാദം വരെ, ഉപ്പുറ്റി വരെ സൗഖ്യം വ്യാപരിക്കുക യേശുവിൻ നാമത്തിൽ. പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക്. നടുവിൽ സൗഖ്യം വ്യാപരിക്കുക, തലയിൽ സൗഖ്യം വ്യാപരിക്കുക, ഇന്റേണൽ ഓർഗൻസിൽ സൗഖ്യം വ്യാപരിക്കുക. ചില രോഗത്തെ തുടർന്ന് പ്രവർത്തനം താറുമാറായ അവയവങ്ങളിൽ സൗഖ്യം. താങ്ക് യു ലോർഡ്. എനിക്കറിയത്തില്ല, ഇന്ന് ഒരുപാട് സാക്ഷ്യങ്ങളുടെ ദിവസമാണ്. കാരണം അത്രമാത്രം കഴിഞ്ഞ രാത്രി പ്രാർത്ഥനാ മുറിക്കകത്ത് ഞാൻ ആ ദൈവസാന്നിധ്യം അനുഭവിച്ചു. വെറും വാക്ക് പറഞ്ഞു പോവുകയല്ല, ആ ദൈവസാന്നിധ്യം എന്നെ ഒത്തിരി മുൻപോട്ട് നടത്തി. ക്ഷമിക്കണമേ, തെളിവ് വേണ്ടേ? അതെ, ആ ദൂതിന് നിന്റെ ജീവിതത്തെ മാറ്റുവാൻ പോകുന്ന, നിന്നെ ഒരു അത്ഭുതമാക്കി മാറ്റുവാൻ പോകുന്ന, ശത്രു കവർന്നുകൊണ്ട് പതുക്കി വെച്ചതിനെ പുറത്തെടുക്കുന്ന ദൈവപ്രവൃത്തിയുടെ തെളിവ് വേണ്ടേ? വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് വന്നു. എസ്രാ ശാസ്ത്രികളുടെ പുസ്തകം 1-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. നെബൂഖദ്നേസർ യെരൂശലേമിൽ നിന്ന് കൊണ്ടുപോയി തന്റെ ദേവന്മാരുടെ ക്ഷേത്രത്തിൽ വച്ചിരുന്ന യഹോവാലയം വക ഉപകരണങ്ങളും കോരശ് രാജാവ് പുറത്തേക്കെടുപ്പിച്ചു. എന്തിനു വേണ്ടി? താഴേക്ക് നിങ്ങൾ വായിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. നമുക്ക് സമയം പരിമിതമാണല്ലോ. 11-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അതെല്ലാം തിരികെ യെരൂശലേമിലേക്ക് പോകുവാൻ വേണ്ടി കവർന്നെടുത്തു, ക്ഷേത്രങ്ങളിൽ പതുക്കി വച്ചു. അത് പുറത്ത് വരരുത്. അത് തന്നെ നിന്നിൽ നിന്ന് കവർന്നെടുക്കപ്പെട്ട പലതും അവിധത്തിൽ ആവിചാരകന്മാരുടെ ഇഷ്ടത്തിന്, ക്ഷുദ്രപ്രയോഗകന്മാരുടെ, മന്ത്രവാദികളുടെ ഇഷ്ടത്തിന് പലതിൻ്റെയും പിന്നിൽ. ഇതിൽ കൂടുതൽ വെളിപ്പെടുത്തി പറയുവാൻ എനിക്ക് പരിമിതിയുണ്ട്. പക്ഷേ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളായ, ബുദ്ധിയുള്ള മക്കളായ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. കവർന്നെടുക്കപ്പെട്ടത് എവിടെയായിരിക്കുന്നേ? ആമേൻ.
ദൈവത്തിൻ്റെ ജനത്തിൽ നിന്ന് കവർന്നെടുക്കപ്പെട്ടത് എവിടെയാ? സ്തോത്രം. നെബൂഖദ്നേസറിന്റെ കാലത്ത് കവർന്നെടുത്ത് അവരുടെ ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോയി പതുക്കി വച്ചു. ഇനി ഇത് തിരികെ ഒരിക്കലും നഷ്ടപ്പെട്ടവന്റെ കയ്യിലേക്ക് എത്തരുത്. നിന്റെ കയ്യിലേക്ക് അത് എത്തരുതെന്ന്, നിന്റെ തലമുറകളിലേക്ക് ആ നല്ല കാലം വരരുതെന്ന്, നീ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളുടെ മറുപടി നിന്റെ തലമുറകൾക്കുണ്ടാകരുതെന്ന്. അതേന്നെ, അവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകരുതെന്ന്. നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകരുതെന്ന്, നീ സന്തോഷത്തോടെ അഭിമാനത്തോടെ നിലനിർത്തി നിൽക്കരുതെന്ന്. ഏത്? അതിനു വേണ്ടി കവർന്നെടുത്തു. അനുകൂല സാഹചര്യങ്ങളെ കവർന്നെടുത്തു. നിനക്കൊപ്പം നിൽക്കേണ്ടവരെ, സഹായികളായി നിൽക്കേണ്ടവരെ പിടിച്ചുകൊണ്ടുപോയി അതെ പതുക്കി വച്ചിരിക്കുക. അവിടെ നിന്ന് അതിനെ കർത്താവിന് പുറത്തെടുപ്പിക്കും. താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. നോക്കൂ, ഇതെപ്പോഴാ സംഭവിക്കുന്നത്? നെബൂഖദ്നേസർ എന്ന് പറഞ്ഞൊരു രാജാവ്, ആ രാജാവിന്റെ കാലത്താണ് കവർന്നെടുക്കപ്പെട്ടത്. എന്നാൽ അടുത്ത തലമുറയിൽ കോരശ് എന്ന് പറയുന്ന ഒരു രാജാവ് വരുന്നു. അവനും ശത്രു രാജ്യത്തിലേത് തന്നെ, ശത്രു രാജാവ് തന്നെ. പക്ഷേ കർത്താവ് അവനെ തൊട്ടു. എന്തിനു വേണ്ടി? പതുക്കി വെച്ചത്, തന്റെ ജനത്തിൽ നിന്ന് കവർന്നെടുത്ത് പതുക്കി വെച്ചത് പുറത്തെടുപ്പിക്കുവാൻ വേണ്ടി ചിലരെ കർത്താവ് തൊടുവാൻ പോകുക. താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. ദൂതിതാണ്, നിന്റെ മാതാപിതാക്കളുടെ കണ്ണുനീർ പോലും പാഴായി പോകുവാൻ വിധത്തിൽ കവർന്നു. അവർ കാണേണ്ടത്, നിന്റെ ജീവിതത്തിൽ അവർ കാണേണ്ടത് കവർന്നെടുത്തു. അവരുടെ ജീവിതത്തിൽ അവർ കാണേണ്ടത് കവർന്നെടുത്തു, പതുക്കി വച്ചിരിക്കുക. ആമേൻ. പക്ഷെ കർത്താവ് ഇന്ന് പറയുന്നു, പ്രിൻസർ ഫാമിലിക്കൊപ്പമായിരിക്കുന്ന സഹോദര സഹോദരി, മാതാവേ പിതാവേ കുഞ്ഞുമക്കളെ കേൾക്ക്. കർത്താവ് ഇന്ന് പറയുക, അതിനെ അവിടെ നിന്ന് പുറത്തെടുക്കും. ആമേൻ. പതുക്കി വച്ചവന്റെ സ്തോത്രം. അപ്പൻ പതുക്കി വെച്ചാൽ അവൻ്റെ മക്കളെ കൊണ്ട് ദൈവം പുറത്തെടുപ്പിക്കും. അടുത്ത തലമുറയെ കൊണ്ട് ദൈവം പുറത്തെടുപ്പിക്കും. നിന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി, താങ്ക് യു ലോർഡ്, നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി, നീ ആ നന്മകൾ പ്രാപിക്കുവാൻ വേണ്ടി, ആമേൻ, താങ്ക് യു ലോർഡ്. അതൊരു നിസാര പ്രവൃത്തിയല്ല. ആമേൻ. വെറുതെ കഥ വായിച്ച് പോകുന്ന ആ പരിപാടിയല്ല. പ്രാർത്ഥനയാലും ഉപവാസത്താലും ഭക്തൻ പ്രാപിച്ചെടുക്കുന്ന അത്ഭുതമാണ്. പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്ന നിനക്കതറിയാം. പക്ഷേ പലപ്പോഴും ഭാരം അതാണ്. ദൈവദാസനെ, മുമ്പൊക്കെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, ഉപവസിക്കുമായിരുന്നു, പക്ഷേ എനിക്കിപ്പോൾ അതിന് കഴിയുന്നില്ല പഴയതുപോലെ പ്രാർത്ഥിക്കുവാൻ. അല്ലേ സഹോദര സഹോദരി? സാഹചര്യം ആവാൻ തിരക്കുകളാണ്, അല്ലേ? പഴയതുപോലെ അല്ല ഇന്നത്തെ ജോലി സാഹചര്യം. ഉപവസിക്കുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കേണ്ട കാലഘട്ടമാണ്. സ്തോത്രം. പ്രത്യേകിച്ച് പ്രൈസർ ഫാമിലിക്കൊപ്പം ഉപവസിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ കഴിഞ്ഞ ദിവസം പ്രൈസർ ഫാമിലിയുടെ 21 ദിവസം ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ വിദേശത്തൊരു ഗൾഫ് രാജ്യത്തിലൊരു ഡ്രൈവർ സഹോദരൻ പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിച്ചു. 18ാമത്തെ ദിവസമായപ്പോൾ തന്റെ പ്രാർത്ഥനാ വിഷയം ഇതായിരുന്നു: അഭിഷേകത്താൽ നിറയണം. ഞങ്ങൾക്കൊപ്പം ഇരുന്ന് ആ ദൈവദാസൻ ആരാധിച്ചിട്ടുള്ളതാണ്. അതുപോലെ ദൈവ സാന്നിധ്യത്താൽ നിറഞ്ഞ ദൈവത്തെ ആരാധിക്കണം. പ്രാപിക്കേണ്ടത് പ്രാപിച്ചെടുക്കണം. ഭക്തന്റെ പ്രാപിക്കലിന്റെ അടിസ്ഥാനം അഭിഷേകമാണ്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. മറന്നു കളയരുത്. അങ്ങനെ പ്രിയ സഹോദരൻ പ്രാർത്ഥിച്ചു ഞങ്ങൾക്കൊപ്പം. ഞങ്ങൾ ഉപവാസത്തോടെ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിലായിരുന്നു. പ്രിയ സഹോദരൻ 18ാമത്തെ ദിവസമെത്തി. ഞങ്ങൾ 18ാമത്തെ ദിവസമെത്തി. താൻ യാത്ര ചെയ്യുകയാണ്. തൻ്റെ ജോലി ഡ്രൈവിംഗ് ആണ്, ഡ്രൈവറാണ്. യാത്രാമധ്യേ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ മേൽ വരികയുണ്ടായി. ആ സഹോദരൻ പറയുന്നത്, ദൈവദാസനെ, ഒന്ന് വണ്ടി സൈഡ് ഒതുക്കാനുള്ള സമയം മാത്രമേ കിട്ടിയുള്ളൂ. അഭിഷേകത്താൽ ഞാൻ നിറഞ്ഞു. ക്യാബിനിൽ ഞാൻ അന്യ ഭാഷ പറഞ്ഞ് ആരാധിക്കുവാനായി തുടങ്ങി. തൻ്റെ സൂപ്പർവൈസർ ഒരു മലയാളിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് ഇദ്ദേഹത്തെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാം, ഇദ്ദേഹം ഒരു വിശ്വാസിയാണെന്നറിയാം. അദ്ദേഹം ചോദിച്ചു, ഉപവാസം തീർന്നോ? ഇദ്ദേഹം പറഞ്ഞു, ഇല്ല, ഇനിയും 3 ദിവസം കൂടെ ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, പേടിക്കേണ്ട, ഞാൻ ലീവ് തരാം, നീ വീട്ടിനകത്ത് പോയിരുന്ന് ആരാധിച്ച് ബലപ്പെട്ടിട്ട് തിരിച്ചു വന്നാൽ മതി. അതെ, ഉപവസിക്കുന്നവൻ അഭിഷേകത്താൽ നിറയും. ഉപവസിക്കുന്നവന് വേണ്ടി ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. ആമേൻ. വലിയ സാക്ഷ്യങ്ങൾ വരുവാൻ പോകുന്നതേ ഉള്ളൂ. അങ്ങനെ പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ശക്തിയേറിയ ദൈവസാന്നിധ്യം അനുഭവിക്കുവാനും ശത്രു കവർന്നുകൊണ്ടുപോയി പതുക്കി വെച്ചതിനെ തിരികെ പിടിക്കുവാൻ ശക്തി പ്രാപിക്കുവാൻ തക്ക വിധത്തിലുള്ള ഒരു ഉപവാസ പ്രാർത്ഥന
ക്രമീകരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ചേർന്ന് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്തോ. നിങ്ങളുടെ ഇത് മാത്രമായൊരു വിഷയത്തിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും, ഉപവസിക്കും. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഏത് അവസ്ഥയിലായിരുന്നാലും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. മറക്കണ്ട, കോൺടാക്ട് ചെയ്തോ. ഈ ദിവസങ്ങളിലെ അത്ഭുതം നിങ്ങളുടേതായി മാറും. നോക്കൂ, നെബൂഖദ്നേസറിന്റെ കാലത്ത് കവരപ്പെട്ടത് കോരശിന്റെ കാലത്ത് തിരികെ വന്നു. കോരശ് ഒരു ജാതീയ രാജാവാണ്, പക്ഷെ ദൈവം അവനെ കരങ്ങളിലെടുത്തു. അവൻ ഈ വാക്ക് അല്ലെങ്കിൽ ആ സെന്റൻസ് ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ച് പറയും. അതിനകത്ത് ദൂതുണ്ട്, മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കോരശ് ഒരു ജാതീയ രാജാവായിരുന്നു. ദൈവം അവനെ സന്ദർശിച്ചു. വിരോധമായി നിൽക്കേണ്ടവൻ, മുൻപുള്ളവർ ചെയ്തത് പിന്തുടരേണ്ടവൻ. എന്താണ് മുൻപുള്ളവർ ചെയ്തത്? നെബൂഖദ്നേസർ എന്താണ് ചെയ്തത്? യുദ്ധം നടത്തി, ഇസ്രായേലിനെ നശിപ്പിച്ചു, ആലയത്തെ തകർത്തു. ഓ, സങ്കടം! ആത്മീയ ജീവിതത്തെ തകർത്തു, പ്രാർത്ഥനാ ജീവിതത്തെ തകർത്തു. ഏറ്റവും വലിയ വിഷയം അതാണ്. വസ്തു പോയി, പണം പോയി, നന്മകൾ പോയി, സന്തോഷം പോയി, ആരോഗ്യം പോയി. ദുഃഖമാണ്, സങ്കടമാണ്. പക്ഷേ നിങ്ങൾ സങ്കടപ്പെട്ടോളണം, സങ്കടപ്പെടാതെ ഇരിക്കരുത്. നഷ്ടപ്പെട്ടതൊക്കെ നിങ്ങളുടെ കഷ്ടപ്പാടിന്റെ ഫലമാണല്ലോ, ദൈവം തരാമെന്ന് പറഞ്ഞതാണല്ലോ. പക്ഷേ നിങ്ങൾ ഇതിനൊക്കെ വേണ്ടി സങ്കടപ്പെടുന്നതിലും അധികം സങ്കടപ്പെടേണ്ടത് നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ ഓർത്താണ്, നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ ഓർത്താണ്. ആമേൻ. നഷ്ടപ്പെട്ടത് ആത്മീയ ജീവിതമാണെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്താൽ നിങ്ങൾ അനുഭവിക്കേണ്ട സകല അനുഗ്രഹങ്ങളുടെയും വാതിൽ മുൻപിൽ അടയപ്പെട്ടിരിക്കുന്നു. എല്ലാം പോയി, ദൈവവുമായുള്ള ബന്ധം മാത്രം, പ്രാർത്ഥനാ ജീവിതം മാത്രം, ആത്മീയ ജീവിതം മാത്രം ബാക്കിയുണ്ടെങ്കിൽ ആവർത്തിച്ച് വിളിച്ചു പറയട്ടെ, സകല അനുഗ്രഹങ്ങളുടെയും വാതിലുകൾ നിങ്ങൾക്ക് മുമ്പിൽ ഓപ്പൺ ആയിരിക്കുന്നു. ഓ, താങ്ക് യു ലോർഡ്. വെളിപ്പാടിനായി അടിയറങ്ങി സ്തുതിക്കുന്നു കർത്താവേ. ആമേൻ. നിങ്ങൾക്കത് മനസ്സിലായില്ലേ? ചോദിക്കും യോസേഫിനോട്. യോസേഫ് പറയും, എല്ലാം പോയി. എന്നെ ഏറെ സ്നേഹിച്ച എൻ്റെ അപ്പൻ എവിടെ ഉണ്ടെന്ന് പോലും എനിക്കറിയത്തില്ല. ഞാൻ ഏറെ സ്നേഹിച്ച എൻ്റെ സഹോദരന്മാർ, എൻ്റെ ഇളം ശരീരം വെയിലുകൊണ്ടും കാട്ടിലൂടെ നടന്നും മുറിപ്പെടുമെന്നും ക്ഷീണിക്കുമെന്നും ഞാൻ ബലഹീനപ്പെടുമെന്നും ചിന്തിക്കാതെ ഒന്ന് കാണാൻ, ആ ചേട്ടന്മാരുടെ സ്നേഹത്തിനൊപ്പം ഒന്ന് നിൽക്കാൻ ഓടി അലഞ്ഞ എന്നെ വിറ്റ് കളഞ്ഞവർ പോയി. ഞാൻ ഏറെ സ്നേഹിച്ച, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് ഞാൻ കരുതി എൻ്റെ സഹോദരങ്ങൾ, ആരോ കരയുന്നുണ്ട്, സഹോദരങ്ങൾ ഒറ്റപ്പെടുത്തി, ബന്ധുക്കൾ ഒറ്റപ്പെടുത്തി, ചർച്ചക്കാർ നോ, കരയരുതേ. പോയവരൊന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. അവരെ പിടിച്ചു വെച്ചിരിക്കുന്നിടത്ത് നിന്ന്, പിശാച് അവരെ പിടിച്ചു വെച്ചിരിക്കുന്നിടത്തു നിന്ന് ദൈവം അവരെ പുറത്തു കൊണ്ടുവന്ന് ആ പഴയ സ്നേഹത്തിലേക്ക്, ഓ സ്തോത്രം, ആ ഊഷ്മളമായ സ്നേഹത്തിന്റെ അനുഭവത്തെ ദൈവം നിന്റെ ജീവിതത്തിൽ തിരികെ തരുവാൻ പോകുക. വിശ്വസിക്കുവാൻ തയ്യാറാണോ? പഴയ ആ സ്നേഹത്തെ നിന്റെ കുടുംബത്തിനകത്ത് നിന്നത് വല്ലാതെ ഓർത്ത് സങ്കടപ്പെടുത്തുന്നുണ്ട്. ഓ സ്തോത്രം. ആ സങ്കടത്തിന്, ആ വേദനയ്ക്ക് യേശു അറുതി വരുത്തുക. ആമേൻ. നോക്കൂ, നഷ്ടപ്പെട്ടു. താൻ ഒരുത്തനെ പോയി അങ്ങ് സേവിക്കുക. അയ്യോ, എൻ്റെ അപ്പൻ പോയി, എൻ്റെ സഹോദരങ്ങൾ പോയി, പകരം കിട്ടിയത് ഇവനാണല്ലോ, എന്നെ വിലയ്ക്ക് വാങ്ങിച്ച യജമാനാണല്ലോ. അവനങ്ങ് സ്നേഹിച്ചു, അവൻ്റെ വീട്ടിലുള്ളതിനൊക്കെ സ്നേഹിച്ചു. പക്ഷേ അവൻ സ്നേഹിച്ചെടുത്തുന്നെല്ലാം അവന് പണി കിട്ടി. അവൻ്റെ യജമാനനും അവനെ തള്ളി. അവൻ്റെ യജമാനത്തെ അവന് വിരോധമായി കള്ളസാക്ഷ്യം പറഞ്ഞു. അവൻ ഒരുപാട് പ്രാർത്ഥിച്ചു. എന്തിനു വേണ്ടി? ഒരു ദർശനത്തെ വെളിപ്പെടുത്തുവാൻ വേണ്ടി. വെളിപ്പെട്ട് കിട്ടിയ ദർശനമുള്ളവൻ, ആമേൻ, സൗകര്യം പോലെ അവനെ മറന്നു കളഞ്ഞു. ആരുമില്ല, പ്രതീക്ഷയോടെ നോക്കുവാൻ കഴിയുന്നതൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, എല്ലാം നഷ്ടപ്പെട്ടു. ഭൗതികമായ എല്ലാം നഷ്ടപ്പെട്ടു. വരുമ്പോൾ പ്രശസ്തി, ആത്മീക ഭൗതിക നന്മകൾ, സമ്പത്ത്, എല്ലാം 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 നഷ്ടപ്പെട്ടവനായി അപ്പൻ്റെ മകൻ എന്ന പദവി, ഈ സഹോദരന്മാരുടെ ഇളയ സഹോദരൻ എന്ന പദവി, പോത്തിഫറിന്റെ ആമേൻ ഭവനത്തിലെ കാര്യക്കാരൻ എന്ന പദവി, എല്ലാം നഷ്ടപ്പെട്ടു. പക്ഷേ ദൈവവുമായുള്ള ബന്ധം മാത്രം യോസേഫിന് നഷ്ടപ്പെട്ടില്ല. ഫലമോ? എല്ലാ വാതിലുകളും, മിസ്രയീമിലെ സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന വാതിലുകൾ, ദൂത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. രാജ്യങ്ങളിലെ സമൃദ്ധി പെരുകിയ രാജ്യങ്ങളിലെ സമ്പത്ത്
കൈകാര്യം ചെയ്യുവാൻ തക്കവണ്ണം വാതിലുകളെ, ആ രാജ്യങ്ങളുടെ വാതിലുകളെ, ഭണ്ഡാരത്തിന്റെ വാതിലുകളെ എൻ്റെ ദൈവം നിനക്ക് വേണ്ടി, നിന്റെ തലമുറകൾക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി തുറന്നു തരും. ആമേൻ. പിടിച്ചു വെച്ചത് തിരികെ വരും. മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമെങ്കിൽ ഇത് ചെയ്യും. നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരെ ഈ പ്രോഗ്രാമിലേക്ക് കൂട്ടിവരുത്തുക. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായി മാറിയതുപോലെ അനേകർക്ക് അനുഗ്രഹമാക്കി മാറ്റുവാൻ നിങ്ങൾക്കും അവസരമുണ്ട്. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തുകൊണ്ട് സ്ക്രീനിൽ കാണുന്ന പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ ചർച്ചിൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് പ്രോഗ്രാമുകൾ സ്പോൺസർ ചെയ്യുക. എല്ലാ വെള്ളിയാഴ്ചകളും രാവിലെ 11:30 മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ജോയിൻ ചെയ്യുക. ലിങ്ക് അവൈലബിൾ അല്ലാത്തവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. നേരിട്ട് കടന്നു വരുവാൻ താല്പര്യമുള്ളവർക്ക് കടന്നു വരാം. ദൂരെയുള്ളവർ ലൈവിൽ ജോയിൻ ചെയ്യുക. സ്ഥലമോ തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാക്കാമൂല ചാമവിള എന്ന സ്ഥലത്ത് പ്രൈസർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിൽ കടന്നു വന്ന് അനുഗ്രഹം പ്രാപിക്കുക. ലൈവിലാണെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. തത്സമയം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതേസമയം നിങ്ങൾ ദൈവത്തിന്റെ ഒരു അത്ഭുതം കാണും നിങ്ങളുടെ ജീവിതത്തിൽ. എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ വിശുദ്ധ സഭാരാധന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. ലോകത്തിന്റെ ഏത് ഭാഗത്ത് നിങ്ങൾ തളർന്ന് മടുത്തുമായിരുന്നാലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, വിടുതൽ പ്രാപിക്കാം. കടന്നു വരുവാൻ കഴിയുന്നതും മറ്റൊരു ആത്മീയ ആരാധനയ്ക്ക് പങ്കെടുക്കാത്തതുമായവർക്ക്, അവസരമുള്ളവർക്ക് കടന്നു വരാം. നമുക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവിൻ്റെ നാമത്തെ ഉയർത്താം. പ്രാപിക്കേണ്ടത് പ്രാപിക്കാം. 12 മണി മുതൽ കുഞ്ഞുങ്ങളുടെ സഭാരാധനയുണ്ട്. അവരും അനുഗ്രഹത്തോടെ വളരും. നെയ്യാറ്റിൻകരയിൽ അമരവിള താന്നിമൂട് MS പ്ലാസയുടെ താഴെ എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 3 മണി മുതൽ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് ഉണ്ട്. നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് അറിയിക്കുക. നിങ്ങളും കടന്നു വരിക. നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ വർദ്ധിച്ചു വരാം. ഏറിയ പ്രതിഫലങ്ങളെ പ്രാപിച്ചു എടുക്കാം. കണ്ണടച്ചോ വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹിതമായിരിക്കുന്ന നല്ല സമയം അടിയൊരൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവരിൽ നിന്ന്, ഇവരുടെ മാതാപിതാക്കളിൽ നിന്ന്, ഇവരുടെ തലമുറകളിൽ നിന്ന് ശത്രു കവർന്നെടുത്ത് പാത്തുവെച്ചതിനൊക്കെ സ്വർഗം അങ്ങ് പുറത്തു കൊണ്ടുവന്ന് ഇവർക്ക് തിരികെ നൽകി ഇവരെ അങ്ങ് മാനിക്കുവാൻ പോകുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ, യേശുവേ, അങ്ങയുടെ വലിയ സാന്നിധ്യം ഇപ്പോൾ മുതൽ ഇവർ ആയിരിക്കുന്ന സ്ഥാനത്ത് ചലിച്ചു തുടങ്ങട്ടെ. ഇവരിലെ രോഗികളെ സൗഖ്യമാക്കി അങ്ങ് പൈശാചിക മണ്ഡലങ്ങളെ തകർക്കണമേ. പിശാച് കവർന്നെടുത്ത, രോഗമിട്ട് കവർന്നെടുത്ത ആരോഗ്യം തിരികെ വരട്ടെ. എല്ലാ രോഗങ്ങളും യേശുവിൻ നാമത്തിൽ, രോഗമുള്ള ഭാഗങ്ങൾ കരങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് തൊട്ട് സൗഖ്യമാക്കി യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ഡിപ്രഷനുകൾ മാറിപ്പോകട്ടെ, ഉറക്കമില്ലായ്മകൾ മാറിപ്പോകട്ടെ, സൂയിസൈഡ് ടെൻഡൻസികൾ മാറിപ്പോകട്ടെ, മുറിക്കകത്ത് അടച്ചിരിക്കുന്ന ചിലർ പുറത്തു വരട്ടെ യേശുവിൻ നാമത്തിൽ. ആമേൻ. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി യേശുവേ ഞങ്ങളിപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ല ജോലികളെ നൽകണമേ. ജോലി സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ. തൊഴിലിടത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറിപ്പോകട്ടെ. സാലറി വർധനവുകൾ ഉണ്ടാകട്ടെ. ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ. വിദേശങ്ങളിൽ ജോലിക്കായി കടന്നുപോയി നല്ല ജോലി കിട്ടാതെ ഭാരപ്പെടുന്നവർ നല്ല ജോലികൾ നൽകണമേ. PR ലഭിക്കട്ടെ. വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ. വർക്ക് പെർമിറ്റുകൾ കിട്ടട്ടെ. ലൈസൻസുകൾ കിട്ടട്ടെ. വിസിറ്റിംഗ് വിസകളിൽ കടന്നുപോയവർ നിരാശയോടെ മടങ്ങുവാൻ അനുവദിക്കരുത്. തൊഴിലിടത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറിപ്പോകട്ടെ. ജോലി ചെയ്യുവാൻ കഴിയാത്ത വിധത്തിൽ ശരീരത്തെ ബലഹീനപ്പെടുത്തുന്ന എല്ലാ വെല്ലുവിളികളും അഴിഞ്ഞു മാറട്ടെ. തൊഴിൽ അനുഭവങ്ങളെ അനുഗ്രഹമാക്കി അങ്ങ് മാറ്റണമേ. അധ്വാനിച്ച നന്മകളെ കരങ്ങളിൽ എത്തിക്കാതെ വണ്ണം തടഞ്ഞു വെക്കുന്ന എല്ലാ പൈശാചിക വ്യാപാരങ്ങളും തകർക്കപ്പെടട്ടെ. പുതിയ വാതിലുകൾ തുറന്നു വരട്ടെ യേശുവിൻ നാമത്തിൽ. കടഭാരങ്ങൾ മാറട്ടെ. പലിശക്കടങ്ങളും ജപ്തി നോട്ടീസുകളും മാറിപ്പോകട്ടെ. ജപ്തി നടപടികളെ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, യേശുവേ, ഇത് അത്ഭുതത്തിന്റെ ദൈവപ്രവൃത്തിയുടെ ദിവസമായി തീരട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭർത്താവ് മടങ്ങി വരട്ടെ. ഭാര്യ മടങ്ങി വരട്ടെ. സ്നേഹവും ഐക്യതയും ഒപ്പമുണ്ടാകട്ടെ. മദ്യപാന വ്യഭിചാര വെറിക്കുത്തുകൾ കുടുംബങ്ങൾക്കകത്തുനിന്ന് മാറിപ്പോകട്ടെ. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. സ്തോത്രം. അവരുടെ വിദ്യാഭ്യാസ ഭാവി അനുഗ്രഹമായി തരട്ടെ. വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ. ഉദരഫലങ്ങൾ ജനിക്കട്ടെ. ബാധിക്കപ്പെട്ട കുടുംബങ്ങൾ വിടുവിക്കപ്പെടട്ടെ. മനോഹരമായ ഭവനങ്ങൾ പണിയപ്പെടട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. കച്ചവടങ്ങൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. വലുതും ചെറുതുമായ സകല ബിസിനസ്സുകളെയും കച്ചവടങ്ങളെയും സ്വദേശത്തും വിദേശത്തും ചെയ്യുന്ന ബിസിനസ്സുകളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. അടുത്ത ആഴ്ച ഇതേ സമയം നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് കണ്ട അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന
എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.